ഹലോ. ഞാൻ രാവിലെ കോളേജ് വരെ ഒന്ന് ഇറങ്ങിയതാണ്. കോളേജൊക്കെ കഴിഞ്ഞു. 1.5 മാസമായി. പക്ഷേ ഫോർത്ത് സെം റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഫോർത്ത് സെം റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതല്ല, ഫസ്റ്റ് സെം തൊട്ടേ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് HOD ഡീനിനെ ഒക്കെ ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ സൊസൈറ്റി ഈ പഠിക്കുന്നതിനൊരു പ്രായം, കല്യാണം കഴിക്കുന്നതിനൊരു പ്രായം, ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ അതിൽ നിന്നൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കളിയാക്കലും അല്ലെങ്കിൽ ഡോഡ് വൺ ഔട്ട് ആണ് എപ്പോഴും. ആക്ച്വലി ഞാനൊരു PG ചെയ്യേണ്ട പ്രായത്തിലല്ല PG ചെയ്തിരിക്കുന്നത്. അത് എല്ലാത്തിനും ഒരു യോഗം ഉണ്ടെന്ന് തോന്നുന്നു. അത് അറിയാതെ സംഭവിച്ചു പോയതാ എപ്പോഴും ഒരു PG. ആക്ച്വലി എൻ്റെ അച്ഛൻ ഒന്നും അത്ര ഇഷ്ടമല്ല ഞാനിപ്പോ ഒരു PG ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഡോക്ടറാണ്, എല്ലാമാണ്. പക്ഷെ എന്നാലും ആ അച്ഛൻ അതങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഞാനിപ്പോ ഒരു PG ചെയ്തത്. എനിക്ക് PhD കൂടെ ജോയിൻ ചെയ്താലോ എന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് സംസാരിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി രാവിലെ കോളേജിലോട്ട് വന്നത്. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടാൻ ഒത്തിരി വൈകും. പക്ഷെ അപ്പോൾ അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും PhDക്ക് ജോയിൻ ചെയ്യൽ നടക്കില്ല. അപ്പോൾ തക്കാലം ഇവിടെ തന്നെ അങ്ങ് ജോയിൻ ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇത് നമ്മുടെ ഒരു മെയിൻ PG ബ്ലോക്കാണ്. ഇവിടെ നിറയെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഡീൻ്റെ റൂമുണ്ട്, അങ്ങോട്ടേക്ക് വന്നതാണ്. അവിടെ മാം ഇല്ല, അപ്പൊ മറ്റൊരു മാം ഉണ്ട്. മാമിനെ കണ്ട് സംസാരിച്ചു. അപ്പൊ മാം എന്നോട് പറഞ്ഞു പോയി വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇത് എഞ്ചിനീയറിംഗ് കുട്ടികളുടെ ബ്ലോക്കാണെന്ന് തോന്നുന്നു. എഞ്ചിനീയറിംഗ് ക്രാഫ്റ്റ്സ് ഒക്കെ വരയ്ക്കുന്നതൊക്കെയാണ്. ഞാൻ പാസ് ചെയ്ത് പോകുന്നത് ലോയുടെ ബ്ലോക്കാണ്. ഇത് എല്ലാം ലോ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതിനടുത്ത ബ്ലോക്കിലാണ് ഞങ്ങളുടെ MBAയുടെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അപ്പൊ ഞാൻ ഓടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് പോകുകയാണ്. എനിക്ക് കുറച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോളേജിലോട്ട് പോകണം എന്നുണ്ടായിരുന്നു. പുതിയ 1-2 ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്, അതൊന്ന് കയറി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നടന്നില്ല. ഞാൻ അങ്ങനെ HODയുടെ ക്യാബിനിലെത്തി. സാറിന് വേണ്ടി ഞാൻ ഒരു 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ സാറിനെ കാണാൻ പറ്റിയില്ല. അതാണ് സാറിന് ടെക്സ്റ്റ് ചെയ്തപ്പോ സാർ എന്നോട് പറഞ്ഞു തിരിച്ച് ഡീന്റെ റൂമിന്റെ അങ്ങോട്ട് തന്നെ അവിടെ അലുമിനൈ റൂമിൽ സാർ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. പല ഫാക്കൽറ്റിയൊക്കെ കണ്ട് സംസാരിച്ചു. അപ്പൊ എല്ലാ ഫാക്കൽറ്റീസും ചോദിക്കുന്നു വാട്ട് ബ്രിങ്സ് യു ഹിയർ എന്ന് പറഞ്ഞ ഫാക്കൽറ്റീസ് എല്ലാം ചോദിക്കുന്നു. എല്ലാരും കൂടും കിടക്കെടുത്ത് പറഞ്ഞു ഇട്ടതാണല്ലോ അവിടെ നിന്ന്. ഞാൻ പിന്നെ തിരിച്ച് അലുമിനൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിൽ പോയി സാറിനെ കണ്ടു. അപ്പൊ ടാറ്റാ, ബൈ ബൈ.